പ്രവാസി മലയാളികളുടെ ക്ഷേമം സംബന്ധിച്ച നിയമസഭാ സമിതി യോഗം കാസർഗോഡ് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്നു. ജില്ലയിലെ പ്രവാസി മലയാളി സംഘടനാ പ്രതിനിധികളുമായും വ്യക്തികളുമായും ജില്ലയിലെ ഉദ്യോഗസ്ഥരുമായും സമിതി ചർച്ച നടത്തുകയും പരാതി സ്വീകരിക്കുകയും ചെയ്തു. This news sponsored by മംഗൽപാടി പഞ്ചായത്തിലെ ആദ്യ AC മൾട്ടി ഫംഗ്ഷൻ ഹാൾ ഫെറോ മൾട്ടി ഫംഗ്ഷൻ ഹാൾ ജനപ്രിയ നയാ ബസാർ ഉപ്പള കാസർഗോഡ്. കാസർഗോഡ് ജില്ലയിൽ ഉൾപ്പെടെ കേരളത്തിലെ പ്രവാസികൾ നേരിടുന്ന പ്രശ്നങ്ങളും പ്രതിവിധികളും അറിയുന്നതിനും സംഘടനകളിൽ നിന്നും വ്യക്തികളിൽ നിന്നും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കുന്നതിനുമായാണ് പ്രവാസി മലയാളികളുടെ ക്ഷേമം സംബന്ധിച്ച നിയമസഭാ സമിതി യോഗം നടത്തിയതെന്ന് സമിതി ചെയർമാൻ AC മൊയ്തീൻ പറഞ്ഞു. ലഭിച്ച നിർദ്ദേശങ്ങളിൽ അർഹമായവ സമിതി റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തി ശുപാർശ സമർപ്പിക്കും. കാസർഗോഡ് കളക്ടറേറ്റ് മിനി കോൺഫറൻസ് ഹാളിൽ നടന്ന യോഗത്തിൽ സമിതിയുടെ ചെയർമാൻ AC മൊയ്തീൻ MLA അധ്യക്ഷത വഹിച്ചു. സംഘടനകൾ വകുപ്പിന്റെയും സമിതിയുടെയും പ്രവർത്തനങ്ങൾക്കാവശ്യമായ നിരവധി നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അത് തുടർന്ന് പരിശോധിച്ച് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. പൊതുവിൽ പ്രവാസി സമൂഹം സമ്പദ്ഘടനയ്ക്ക് വലിയ സംഭാവന നൽകിയവരാണ്. വളരെ പാവപ്പെട്ട പ്രവാസികളുടെ വ്യക്തിഗതമായതും അല്ലാത്തതുമായ നിരവധി പ്രശ്നങ്ങൾ കാസർഗോഡ് ജില്ലയിൽ നിന്ന് ഉയർന്നു വന്നിട്ടുണ്ട്. നോർക്കയുടെയും പ്രവാസി ക്ഷേമ ബോർഡിന്റെയും പ്രവർത്തനങ്ങളിൽ വരുത്തേണ്ട കാലോചിതമായ മാറ്റങ്ങൾ സംബന്ധിച്ച നിർദ്ദേശങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. പൊതുവിൽ കേരളത്തിലെ പ്രവാസി സമൂഹം നമ്മുടെ സമ്പദ്ഘടനയ്ക്ക് വലിയ സംഭാവന നൽകിയവരാണ്. വളരെ പാവപ്പെട്ട പ്രവാസികളുടെ നിരവധി പ്രശ്നങ്ങൾ കാസർഗോഡ് ജില്ലയിൽ നിന്നും ഇന്ന് ഉയർന്നു വന്നിട്ടുണ്ട്. വ്യക്തിഗതമായ ആവശ്യങ്ങളും അവരുടെ പ്രയാസങ്ങളും ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. നോർക്കയുടെയും പ്രവാസി ക്ഷേമ ബോർഡിന്റെയും പ്രവർത്തനങ്ങളിൽ വരുത്തേണ്ട കാലോചിതമായ മാറ്റങ്ങളെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങളും ഞങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. വളരെ ഫലപ്രദമായ ചർച്ചയാണ് ഇന്നത്തെ ഈ യോഗത്തിലുണ്ടായത്. സമിതി ഈ കാര്യങ്ങൾ സന്തോഷത്തോടു കൂടിയാണ് ഇവിടുത്തെ നിർദ്ദേശങ്ങൾ കേട്ടത്. അത് പരിഹരിക്കാൻ ആവശ്യമായ നിയമസഭയ്ക്ക് ആവശ്യമായ റിപ്പോർട്ട് നൽകാനുള്ള നടപടികളും ഞങ്ങൾ സ്വീകരിക്കും. സമിതി അംഗങ്ങളായ MLA AKM അഷ്റഫ്, സേവ്യർ ചിറ്റിലപ്പള്ളി, ET ടൈസൺ മാസ്റ്റർ, KN ഉണ്ണികൃഷ്ണൻ, കാസർഗോഡ് അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് P അഖിൽ, നിയമസഭാ ഡെപ്യൂട്ടി സെക്രട്ടറി G ജയകുമാർ, കേരള പ്രവാസി ക്ഷേമ ബോർഡ് കോഴിക്കോട് റീജിയണൽ ഓഫീസ് ഡിസ്ട്രിക്ട് എക്സ്റ്റൻഷൻ ഓഫീസർ M മുഹമ്മദ് ബഷീർ, നോർക്ക റൂട്ട്സ് കോഴിക്കോട് സെന്റർ മാനേജർ C രവീന്ദ്രൻ, LSTD ഡെപ്യൂട്ടി ഡയറക്ടർ KV ഹരിദാസ് തുടങ്ങിയവർ പങ്കെടുത്തു. പ്രവാസി കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സലീം പള്ളിവിള, പ്രവാസി കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ദിനേശ് ചന്ദ്ര, പ്രവാസി സംഘം സംസ്ഥാന സെക്രട്ടറി PK അബ്ദുള്ള, പ്രവാസി ഫെഡറേഷൻ ജില്ലാ സെക്രട്ടറി പ്രകാശൻ പള്ളിക്കാപ്പിൽ, നാഷണൽ പ്രവാസി ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സലീം ബേക്കൽ, കേരള പ്രവാസി സംഘം ജില്ലാ പ്രസിഡന്റ് O നാരായണൻ, KMCC പ്രസിഡന്റ് കുന്നിൽ അബ്ബാസ്, തിരികെ എത്തിയ പ്രവാസികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.